അടുത്ത ഇടയ്ക്ക് മലയാളികളുടെ ഒരു പ്രൊഫഷണൽ സംഘടന അതിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അത് ആളുകളെല്ലാം സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. പ്രധാനപ്പെട്ട കാരണം കുറച്ച് പേര് മലയാളികളല്ലാത്ത ആളുകളുണ്ട്. അതുകൊണ്ടാണ് പ്രൊഫഷണൽ സംഘടനയാണല്ലോ. എന്തായാലും ഒരൊറ്റ മനുഷ്യനത് ഇവർ പ്രസംഗകരൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, ഒറ്റ മനുഷ്യനത് കേൾക്കുന്നില്ല. എല്ലാവരും ഈ ടേബിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുന്നു, പുറകിലിരുന്ന് പിന്നെ ആളുകൾ സംസാരിക്കുന്നു. ഇങ്ങനെ ശബ്ദായമാനം എന്ന് പറയാം അന്തരീക്ഷം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് MC വന്ന് പറയുന്നുണ്ട്, ഞാൻ മൈക്ക് ഓഫ് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഒറ്റ മനുഷ്യരത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരാൾ മലയാളത്തിൽ സംസാരിച്ചു. അതിശയം, ആ സദസ്സ് മൊത്തം നിശബ്ദമായി. എല്ലാവരും അത് കേട്ടുകൊണ്ടിരുന്നു. വാസ്തവം പറഞ്ഞാൽ ഈ മലയാളത്തിൻ്റെ ഒരു ശക്തി എന്താണെന്ന് എനിക്ക് അന്നേരമാണ് ബോധ്യപ്പെട്ടത്. അതായത് അത്രയും നേരം ഇംഗ്ലീഷിൽ ആളുകൾ പറഞ്ഞതൊന്നും ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലാഞ്ഞിട്ടല്ല. ഇവിടെ നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, അത്യാവശ്യം ഇംഗ്ലീഷ് പറയുന്നവരുമാണ്. എങ്കിൽ പോലും അത് പറയുമ്പോൾ, ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങ് പതിക്കുന്നില്ല. അത് നമ്മളെ കേൾക്കുന്നത് ഭൗതികമായിട്ട് കേൾക്കുന്നു. അതുപോലെ തന്നെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇറങ്ങിപ്പോകുന്നു. അത് നമുക്കൊരു അനുഭവമായി മാറുന്നില്ല. നേരെ മറിച്ച് മലയാളത്തിൽ പറയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുന്നു. അതിൻ്റെ ഓരോ കാര്യങ്ങളും എന്താണെന്ന് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ മനസ്സ് തന്നെ മുന്നോട്ട് വരുന്നു. ഈ ഒരു വ്യത്യാസം, ഈ മലയാളത്തിൻ്റെ ഈ ശക്തി, അതിപ്പോൾ കേരളത്തിലുള്ളവരോട് മലയാളത്തിൻ്റെ മേന്മയെപ്പറ്റി പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല എന്ന് നമുക്കറിയാം. അവിടെ കേരളത്തിലെ മലയാളത്തിന് അത്ര വലിയ ശക്തിയും അതുപോലെ തന്നെ അത്ര വലിയ ഒരു പ്രാധാന്യവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് കേമമായിട്ട് കണക്കാക്കപ്പെടും. ഇപ്പോൾ പണ്ടുകാലത്ത് ഈ സംസ്കൃതത്തിൽ ഈ വേദങ്ങളും പിന്നെ സവർണജാതിക്കാർ, പ്രത്യേകിച്ച് ബ്രാഹ്മണരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംസ്കൃതമാണ്. അപ്പം സാധാരണക്കാർക്ക് മനസ്സിലാവില്ലോ, അത് സംഗതി ഭയങ്കരമാണ്. ഇനി ക്രൈസ്തവരാണെങ്കിൽ സുറിയാനി ഭാഷയായിരുന്നു ക്രൈസ്തവ പിന്നെ പ്രാർത്ഥനകളും മറ്റും കുർബാനയും മറ്റും. അപ്പോൾ അതും ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പം വൈദികരൊക്കെ വലിയ ആളുകളാണെന്നുള്ളൊരു ധാരണ. ഇപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഖുറാൻ അറബിയിൽ തന്നെ പഠിക്കണമെന്നാണ് പറയുന്നത്. അറബിയിൽ പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മാറിപ്പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരെല്ലാം അറബി പഠിക്കുന്നു, അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കുന്നുമില്ല. അറബിയിൽ അതങ്ങ് പഠിച്ച് കാണാപ്പാടം കാണാതെ അങ്ങ് പഠിച്ചു വെക്കുന്നു. പക്ഷേ ഈയിടയ്ക്കായിട്ട് ഈ ഖുറാനിൻ്റെ എല്ലാം വ്യാഖ്യാനം പരിഭാഷകൾ ഇറങ്ങി. മലയാളത്തിലും ഇംഗ്ലീഷിലും പല ഭാഷകളിൽ ഇറങ്ങി. അതേ തുടർന്നാണ് ആളുകൾ ഖുറാൻ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിരുന്നവർ ഇതെല്ലാം വായിച്ചിട്ടോ ഇത്രയേ ഉള്ളോ, ഇങ്ങനെയാണോ ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് ഖുറാൻ വിമർശനവും അതിനിടയിൽ ആരംഭിച്ചു. പ്രത്യേകിച്ചും ഈ ഇസ്ലാമിനെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടിയൊരു വടിയായിപ്പോയി അത്. അപ്പോൾ ഓരോ ഭാഷയുടെ ശക്തി പറയാനായിട്ടാണ് ഞാനിത് പറഞ്ഞത്. എന്തായാലും ഈ മലയാളത്തിൻ്റെ ശക്തി അത് എനിക്ക് നേരിട്ട് വേറൊരു അനുഭവമുണ്ട്. ഒരിക്കൽ ബോംബെയിൽ നിന്ന് പിന്നെ വരികയാണ്. അത് ട്രെയിനിൽ സ്ലീപ്പർ, നമ്മൾ സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ കോച്ച്, അതിൻ്റെ അകത്ത് കയറി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ 3 മാസം മുമ്പ് ഒക്കെ ബുക്ക് ചെയ്ത് ആണ് പല വിധേന അത് കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു വലിയ സംഭവമാണെന്നാണ് നമുക്ക് തന്നെ തോന്നുക. ആ ചൂടത്തും തണുപ്പത്തും ഒക്കെ പോരുന്നതാണ്, എന്നാൽ കൂടി കിടന്നു പോരാനായിട്ട് കഴിയുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ബോംബെ വിട്ട ഉടനെ തന്നെ നോക്കുമ്പോൾ ഒരു തോർത്ത് മാത്രം ഉടുത്ത ഒരാൾ, തോർത്ത് അത് മാത്രം, മേൽവസ്ത്രമൊന്നുമില്ല, ഷർട്ടൊന്നുമില്ല, ഒരാൾ അതിൻ്റെ അകത്ത് കയറി പറ്റിയിരിക്കുന്നു സൈഡിലേക്ക്. അപ്പം എനിക്കറിയാവുന്ന മുറി ഹിന്ദിയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് നമ്മൾ ചൂടാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അയാൾ അന്നേരം പറയുകയാണ് നാട്ടിലേക്ക് പോവുകയാണ് എന്ന്. വാസ്തവം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞ് ചുരുക്കം ചില അവസരങ്ങളിൽ നമ്മളിങ്ങനെ ഞെട്ടിപ്പോകാറുള്ളൂ. അയാളൊരു മലയാളിയാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ തീർച്ചയായിട്ടും ഞാൻ വെറുതെ പറഞ്ഞാണെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ മാറിപ്പോരുകയാണ് ചെയ്യുന്നത്. അപ്പം പിന്നീട് ആലോചിച്ചപ്പം അയാളൊരു തോർത്തോ അല്ല അതുപോലെ ഒരു വസ്ത്രം മാത്രം ഉടുത്തിരിക്കുന്നു. ഒരു ഷർട്ട് ഇടാൻ പോലും അയാൾക്ക് കഴിയില്ല. അയാൾ നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ എന്തൊക്കെയോ ഗുരുതരമായ പ്രശ്നങ്ങൾ മൂലമാണത്. ഒന്നുകിൽ ബോംബെയിൽ വന്നിട്ട് അയാൾക്ക് ഒരു വിധത്തിലും, എന്നാലും ഒരു ഷർട്ടില്ലാതെ വരുമോ? 10-30 വർഷം മുമ്പത്തെ കാര്യമാണ്, 30-35 വർഷം മുമ്പത്തെ കാര്യം. എന്നാലും ഒരു ഷർട്ട് ഇല്ലാതെ വരുമോ ഒരു മലയാളിക്ക്? അയാളുടെ ആ ദയനീയത കേട്ടില്ല എന്നുള്ളൊരു കാര്യം ഇന്ന് എന്നെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ കേട്ടാലും അയാൾക്കൊരു 10 രൂപ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അന്നത്തെ കാലമാണ്, നമുക്കറിയാമല്ലോ, നടന്നു വന്ന് വരില്ല. എങ്കിൽ പോലും അയാളുടെ ആ ഒരു കഥന കേൾക്കേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. എന്തായാലും ഈ മലയാളം നാട്ടിൽ വലിയ പ്രധാനപ്പെട്ടതല്ലെങ്കിലും മലയാളം നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സംസ്കാരം അവർക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ആ ഭാഷയിൽ കൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. വേറൊരു ഭാഷയിൽ കൂടി നമ്മുടെ സംസ്കാരം പകർന്നു കൊടുക്കാൻ നോക്കിയാൽ, ഇംഗ്ലീഷിലൊന്ന് പകർന്നു കൊടുക്കാൻ നോക്കിയാൽ അത് നടന്നു എന്ന് വരില്ല. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഓം എന്നുള്ള വാക്കിന്, ഓം എന്നുള്ള ആ പദത്തിന്
പിന്നെ അതിൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്താണ് AUM ഓം എന്ന് പറയുന്നു. ഒന്ന് ഇംഗ്ലീഷിലാക്കിയാലോ, അല്ലെ ഓം ശാന്തി, ഓം പീസ്. അപ്പോൾ അർത്ഥം അങ്ങ് മാറിപ്പോകുന്നു. ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ ഒരു ശക്തിയുണ്ട്. മലയാളത്തിന് അതിൻ്റേതായ ശക്തിയുണ്ട്. അത് അമ്മ മലയാളമെന്ന് നമ്മൾ പറയുന്നത് തന്നെ അതിലൂടെയാണ് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും എല്ലാം നമുക്ക് പകർന്നു കിട്ടുന്നത്. പിന്നെ അതില്ലാതെ വരുമ്പം അതിന് ശക്തി ക്ഷയിക്കുമ്പോൾ നമ്മുടെ ആ പാരമ്പര്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ഇപ്പോൾ കേരളത്തിലുള്ളവർ മുഴുവൻ ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ മലയാളത്തോടുള്ള സ്നേഹമുള്ളപ്പോൾ തന്നെ ഇംഗ്ലീഷും പറ്റുമെങ്കിൽ ഹിന്ദിയും കൂടെ നന്നായിട്ട് പഠിക്കുന്നതിന് ഒരു തെറ്റുമില്ല. കാരണം ഇതെല്ലാം പഠിച്ചാലാണ് നമ്മുടെ കൂടുതൽ അറിയുകയും സാധ്യതകളുണ്ടാവുകയും ചെയ്യുക. നമ്മൾ ഈ മലയാളം മാത്രം പഠിച്ച് കേരളത്തിൽ തന്നെ കഴിയാനുള്ളവരല്ലല്ലോ നമ്മൾ. അപ്പം മലയാളം നമ്മുടെ അമ്മയാണ്, മറ്റു ഭാഷകൾ നമ്മുടെ പോറ്റമ്മമാരാണ് എന്ന് നമ്മളിവിടെ പിന്നെ അമേരിക്കയെ പറ്റി പറയുന്ന, അമേരിക്ക നമ്മുടെ പോറ്റമ്മയാണ്, ഇന്ത്യ നമ്മുടെ പെറ്റമ്മയാണ് എന്ന് പറഞ്ഞ പോലെ ഈ അമ്മ മലയാളം അത് പഠിച്ചിരിക്കണം. അതേസമയം തന്നെ മറ്റു ഭാഷകളെ ഒരു കാരണവശാലും അവഗണിക്കുകയോ അത് വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി വരരുത്. പക്ഷേ കേരളത്തിൽ കണ്ടുവരുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒരു 12ാം ക്ലാസ് വരെ പഠിച്ച കുട്ടി പോലും എഞ്ചിനീയറിംഗ് പാസ്സായ പലരും, നമ്മുടെ കൂടെയൊക്കെ പിന്നെ ജോലി ചെയ്യുന്ന പലരുമുണ്ട്, ശരിക്കും ഒരു 2 വാചകം ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല. അപ്പോൾ ഇവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു, എഞ്ചിനീയറിംഗ് വരെ പഠിച്ചു പാസ്സായി, എന്നിട്ടും ഒരു 2 വാചകം ഇംഗ്ലീഷ് തെറ്റുകൂടാതെ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇവരൊക്കെ എന്താണ് ഈ പഠിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം നമ്മളൊക്കെ എന്നെപ്പോലുള്ളവരൊക്കെ മലയാളം മീഡിയത്തിൽ സാധാരണ സ്കൂളിൽ പഠിച്ചു വളർന്നവരാണ്. പക്ഷേ ഈ 12ാം ക്ലാസ് വരെ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ പിന്നെ അത്യാവശ്യമുള്ള ഇംഗ്ലീഷ് അറിയാൻ പിന്നെ എഴുതാനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പഠിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാഷയെ ഒരിക്കലും അവഗണിച്ച് കളയരുത്. പക്ഷേ മറ്റു ഭാഷകൾ പഠിക്കുകയും അവിടെ കൂടുതൽ പഠിക്കുകയും ചെയ്യണം. അത് പിന്നെ ആവശ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ മലയാള ഭാഷയിൽ തന്നെയേ പാടുള്ളൂ എന്നുള്ളൊരു അഭിപ്രായവും എനിക്കില്ല. മലയാളത്തോടുള്ള ഈ സ്നേഹമുള്ളപ്പോൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ മലയാളം നോവൽ അത് ഡോക്ടർ എബ്രഹാം മറീസ് ഇംഗ്ലീഷിൽ ആണ് എഴുതിയത്, ദ കവനൻ്റ് ഓഫ് വാട്ടർ. അത് നമ്മുടെ കാലിഫോർണിയയിലുള്ള ഡോക്ടർ, മൈ ഓൺ കൺട്രി, ടെന്നീസ് പാർട്ണർ, അങ്ങനെയുള്ള ഹിറ്റുകളെല്ലാം സൃഷ്ടിച്ച അദ്ദേഹം, കട്ടിംഗ് ഫോർ സ്റ്റോൺ, ഇതെല്ലാം അങ്ങനെയുള്ള ബെസ്റ്റ് സെല്ലേഴ്സൊക്കെ സൃഷ്ടിച്ച അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും നല്ല പുസ്തകം അതായിരുന്നു കഴിഞ്ഞ വർഷത്തെ. പക്ഷേ മലയാളത്തിലായിരുന്നില്ല, അത് ഇംഗ്ലീഷിലായിരുന്നു മാത്രം. അപ്പോൾ മലയാളമല്ലെങ്കിലും മലയാളി എഴുതിയാലും മതി, അതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഭാഷയുടെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കാതിരിക്കേണ്ടതില്ല. അതാണ് നമ്മുടെ സംസ്കാരം നമുക്ക് പിന്തുടർന്നു തരുന്നത്. അത് മറന്നു പോകേണ്ട കാര്യമില്ല മറ്റു ഭാഷകൾ പഠിക്കുമ്പോഴും.